ഇവിടെ വന്ന് നിന്ന് സ്വപ്നം കാണുവാണോ? ഈയിടെയായി നിനക്കൊരിത്തിരി സ്വപ്നം കൂടുതല്. നിനക്കെന്നെ തല്ലണോ അല്ലേ? നീ ആരടി? ലോക പോലീസോ? ചേച്ചി എന്തേ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇങ്ങനൊക്കെ പറയാൻ ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് നിനക്ക് അറിയില്ലല്ലേ? കുറ്റവാളികളോട് നീ വിട്ടുവീഴ്ച ചെയ്യാറില്ലല്ലേ? നിനക്ക് അവരെ കടിച്ചു കയറി ചോറ് കുടിക്കണം അല്ലേ? പിന്നെന്തൊക്കെയാ? കുനിച്ചു നിർത്തി മുട്ടുകാല് കയറ്റി അടിതാമി കലക്കും അല്ലേ നീ? നിനക്ക് ഞങ്ങള് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം അല്ലേ? ജ്യൂസ് മാത്രം നീ കുടിക്കുമല്ലേ? അതും ആദ്യം ഉണ്ടാക്കിയത്. അവനെ കൊണ്ട് പരസ്യമായിട്ട് നിനക്ക് പുറം ചൊറിയിക്കണം അല്ലേ? എന്ത് ഭ്രാന്താ ചേച്ചി പറയുന്നേ? ഭ്രാന്ത് ആർക്കാണെന്ന് ഞാൻ കാണിച്ചു തരാടി. പാവം ഗോമതി ചേച്ചി കൊണ്ട് നീ പുഷപ്പ് ചെയ്യിപ്പിക്കല്ലടി. പുഷപ്പോ? നിനക്കെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലണല്ലേടി? ഇത് ഭയങ്കര കഷ്ടം തന്നെയാ. എന്താടി ഇത്ര കഷ്ടമായത്? നിനക്കൊന്നും അറിയില്ലല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഓ, അപ്പൊ സംഭവിക്കാത്തതില്ല നിനക്ക് സങ്കടം അല്ലേ? എന്നാ പിന്നെ സംഭവിപ്പിക്കടി. എന്താ നിന്റെ പൂ അടഞ്ഞു പോയോ? മുന്നോട്ട് മുട്ടിപ്പോയോ നിനക്ക്? പറയടി. എന്താടി? എന്താടി? എന്താ ഇവിടെ? നീ എന്തിനാ എന്റെ മോളെ ഉപദ്രവിക്കുന്നത്? ആരുപദ്രവിച്ചു? ഇവളല്ലേ ഞങ്ങൾക്ക് ഉപദ്രവം. അതെ അതെ, ഇത്രയും വലിയ ബുദ്ധിമുട്ടാണെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ചോണ്ട് പോ. എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നേ? ഓഹോ, വേലക്കാരിക്ക് അഭിപ്രായം ഉണ്ടോ? പിന്നെ ഞാൻ വെറും വേലക്കാരിയല്ല, ചെമ്പകശ്ശേരി ഗോമതിയാ. ഓഹോ, എന്നാ പിന്നെ ചെമ്പകശ്ശേരി ഗോമതി ഒരു മിനിറ്റ് ഒന്നിങ്ങ് വരുവോ? പിന്നെന്താ? വാ. എന്താ കളക്ടറെ? വരൂ ചെമ്പകശ്ശേരി ഗോമതി. മോളെ ഇപ്പൊ എന്താ കളക്ടറെ? ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങളൊക്കെ? മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഞാൻ നിന്നേക്കാളും വലിയ തറയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? അതും മനസ്സിലായി. എന്നാ വാ ചെല്ലേ. എന്താ എന്താ ഇവര് പറഞ്ഞത്? അതെ, അതൊരു രഹസ്യ മോളെ. ഗോമതി ചേച്ചി കാലി മാറിയല്ലേ? അയ്യോ അതല്ല മോളെ. എന്നാ പിന്നെ എന്നോട് പറ, ഇവരെന്താ പറഞ്ഞെന്ന്? അത് വേണോ? വേണം. എന്നാ പിന്നെ ചെവിയും കൊണ്ടുവാ. കളക്ടർ ഇത്രേ പറഞ്ഞുള്ളൂ. നല്ല കളക്ടറാ. ഏതായാലും നിങ്ങളുടെ ഈ ഉമ്മാക്കി കണ്ടിട്ട് എന്റെ മോളെ ഞാൻ ഇവിടുന്ന് വിളിച്ചോണ്ട് പോവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതേ ഇവളെ നിലവിളക്ക് വെച്ച് കെട്ടിക്കേറ്റിയ വീടാ. നിന്നേക്കാളും ഈ വീട്ടിൽ അവകാശം ഇവൾക്കാ. കെട്ടിച്ചു വിട്ട പെണ്ണെ ഭർത്താവിന്റെ വീട്ടിലാടി അന്തസ്സുള്ള തറവാടുകളിൽ ജീവിക്കുന്നത്. വലിയ ചെമ്പകശ്ശേരി എന്ന പേരും പെരുമയും ഉണ്ടായിട്ട് കാര്യമില്ല. പ്രവൃത്തിയിലും അത് കാണിക്കണം. ഇത്രയും കാലം മച്ചിയായിട്ട് നിന്നെങ്കിലും നിന്നെ കെട്ടിച്ചു വിട്ടിട്ട് 7-8 വർഷമായില്ലേടി. എന്തിനാടി സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതം ഇല്ലാതാക്കാൻ നീ അട്ട പിടിക്കുന്ന പോലെ ഇവിടെ പറ്റിക്കൂടിയിരിക്കുന്നേ? നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പൊയ്ക്കൂടെ? ഞാൻ എവിടെ പോണം, എവിടെ ജീവിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. കളക്ടർ ഭരണമൊക്കെ അങ്ങ് കളക്ടറേറ്റില്. ഇതേ സ്ഥലം വേറെയാ, ചെമ്പകശ്ശേരി തറവാട്. നമുക്ക് ഒന്നുകൂടെ മാറി നിക്കണം. അയ്യോ വേണ്ടേ. തൽക്കാലം ഞാൻ പോവാ. നിന്നെയൊക്കെ വിശ്വസിച്ച് ഇവളെ ഏൽപ്പിച്ചിട്ടല്ല. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോ നീ വീണ്ടും ഇവളുടെ മോണക്കിട്ട് കുത്തുമെന്ന് എനിക്കറിയാം. എന്നെങ്കിലും ഒരു ദിവസം ഇവള് തിരിച്ചു കുത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പോവാ. ചവിട്ടിയാ കടിക്കാത്ത പാമ്പുണ്ടോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ.
എന്താ മോളെ കുത്തുന്നില്ലേ? ഇനി അതിന്റെ കുഴപ്പം കൂടി ഉള്ളൂ. ആ തള്ളയുടെ വായിലേക്കുന്നതെല്ലാം കൂടി വാങ്ങിച്ചു കൂട്ടി വെച്ചിട്ട് ശ്ശേ, എന്റെ ചെവിയുടെ ഡൈഫ്രം കൂടി അടിച്ചുപോയി. അമ്മയുടെ സ്റ്റോക്ക് മോളുടെയിലും ഉണ്ടോ? ആ എന്റെ അമ്മോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ അമ്മ പറയ്. മോൻ എവിടെയാ? ഞാൻ കോച്ചിങ് സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ അമ്മേ? നിനക്ക് ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? എന്താ അമ്മേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത്യാവശ്യമൊന്നുമില്ല. എന്നാലും മോൻ അവളെയും കൂട്ടി ഒരു ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോ. എന്താ അമ്മേ, അവള് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അവളൊന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ അവളുടെ മനസ്സ് വായിച്ചു. അമ്മ വീട്ടിൽ പോയായിരുന്നോ? പോയിരുന്നു. അല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ ഒരു പ്രശ്നവുമില്ല. അല്ല, പിന്നെന്താ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാ? ഞാനൊരു അമ്മയായതുകൊണ്ട്, മക്കള് പറയാതെ തന്നെ മക്കളുടെ മനസ്സ് അറിയാവുന്നതുകൊണ്ട്. ഈ സമയത്ത് അവക്ക് മനസ്സിന് നല്ല ഉല്ലാസം കിട്ടണം മോനെ. അവളെ സന്തോഷിപ്പിക്കാൻ ഈ ഭൂമിയിൽ നിനക്ക് മാത്രമേ കഴിയൂ. കാരണം നിന്നെ അത്രയ്ക്ക് ഇഷ്ടം അവക്ക്. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും അവക്ക് മടിയില്ല. എനിക്കറിയാമേ, ഞാനിപ്പോ തന്നെ തിരിച്ചു പോവാം. ഗുഡ്. ആ പിന്നെ മോന് കാശ് വല്ലതും വേണോ? അയ്യോ, ഒന്നും വേണ്ടമ്മേ. ഇന്ന് വരെ ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല. മോന് അഭിമാന പ്രശ്നമാകുമെന്ന് ഭയന്നിട്ട. എന്നാലും നീ എനിക്കെന്റെ സ്വന്തം മോനല്ലേ? അപ്പൊ പിന്നെ അമ്മ അറിഞ്ഞു ചെയ്യണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ടമ്മേ. ആവശ്യം എന്തെങ്കിലും വന്നാൽ ഞാൻ ചോദിച്ചോളാം. ചോദിക്കണം. സ്വന്തം അമ്മ തന്നെയാ. താങ്ക് യു അമ്മേ. എന്നാ പിന്നെ മോൻ ചെല്ല്, അവക്കൊരു സർപ്രൈസ് ആവട്ടെ. ശരി അമ്മേ. സ്വാമിയമ്മേ പറ. ബ്ലഡി ഫൂൾ, ഒരു കാര്യം പറഞ്ഞ ഇങ്ങനെയാണോ? അയ്യോ, എന്താ സ്വാമിയമ്മേ? എന്താണെന്നോ?